പ്രാഥമിക പരിശോധനയിലാണ് നിപ ഇദ്ദേഹത്തിന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനി പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം ഔദ്യോഗികമായിട്ട് വരാനുണ്ട്. അതിനുശേഷമേ മറ്റ് വിശദാംശങ്ങൾ അധികൃതർ പുറത്തുവിടുകയുള്ളൂ. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ചികിത്സയിലുള്ള 38-കാരിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആളല്ല ഇദ്ദേഹം എന്നുള്ളതാണ്. ഈ തച്ചനാട്ടുകരയും കുമരംപുത്തൂരും തമ്മിൽ ഏകദേശം 15 കിലോമീറ്റർ അധികം ദൂരം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് 2 ഇടങ്ങളിലായി വന്ന അല്ലെങ്കിൽ സംഭവിച്ച അസുഖമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. 38-കാരിയിൽ നിന്ന് പകർന്നതല്ല, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നിന്ന് അല്ല ഇദ്ദേഹത്തിന് രോഗബാധ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരം. പക്ഷേ അത് ആശങ്കയുണ്ടാക്കുന്നതാണ്. കാരണം ആ ഒരു 15 കിലോമീറ്ററൊക്കെ സ്വാഭാവികമായിട്ടും വവ്വാലുകൾക്ക് പറന്നു പോകാൻ കഴിയാത്തത്ര ദൂരമൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പരക്കുന്നതിൻ്റെ ഒരു സാധ്യത, പറക്കുന്നത് ഇത്രയും ദൂരമൊക്കെ പറക്കുന്നത് സ്വാഭാവികമായതുകൊണ്ട് ആ ഒരു മേഖല ഒന്നാകെ അത്തരത്തിലൊരു ജാഗ്രതയുടെ ആവശ്യമുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. ഇത് സംബന്ധിച്ചുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ചൊക്കെ ഇന്ന് ഉച്ചയോടെ DMOയും അതുപോലെ ആരോഗ്യവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനം നിപയുടെ ഭീതി നിലനിൽക്കുന്നുണ്ട് മണ്ണാർക്കാട് മേഖലയിൽ എന്നുള്ളതാണ്. നിലവിൽ തന്നെ 38-കാരി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ആ ഒരു മേഖലയിൽ 5 മേഖലകൾ ഇപ്പോഴും കണ്ടെയ്ൻമെൻറ്റ് സോണിലാണ് ഇപ്പോഴും ഉള്ളത്. അതിന് പുറമെയാണ് ഇപ്പോൾ മണ്ണാർക്കാട് തന്നെ മറ്റൊരു നിപ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇദ്ദേഹത്തിനെ ഈ പെരിന്തൽമണ്ണയിലേക്ക് കൊണ്ടുവന്ന് ഇന്നലെയാണ് അദ്ദേഹത്തെ പെരിന്തൽമണ്ണയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. കൊണ്ടുവന്ന് ഇന്നലെ തന്നെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഒരുപക്ഷെ ഈ നിപയാണെന്ന് തിരിച്ചറിയാൻ വൈകുന്നത്, നേരത്തെ മങ്കടയിലെ ആ പെൺകുട്ടിക്ക് ഉണ്ടായതുപോലെ നിപയാണെന്ന് തിരിച്ചറിയാൻ വൈകുന്നത് എന്തുകൊണ്ട്, അതിൻ്റെ ലക്ഷണങ്ങൾ മാറുന്നുണ്ടോ, നിപയുടെ സ്വഭാവം മാറുന്നുണ്ടോ എന്നീ ആശങ്കകളും ചോദ്യങ്ങളും ഒക്കെ ആരോഗ്യവകുപ്പിന് മുമ്പിൽ ഉയരുന്നുണ്ട്. ഇതിനൊക്കെ തന്നെ എങ്ങനെ ഒരു കൃത്യമായ വിശദീകരണം എന്നുള്ള കാര്യം ഇപ്പോഴും നമുക്ക് ലഭ്യമായിട്ടില്ല. നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ മരിച്ച വ്യക്തിയും നേരത്തെ നിപ സ്ഥിരീകരിച്ച 38-കാരിയും ഒരു പ്രദേശത്തല്ല, അദ്ദേഹം ഇവരുടെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന ആളല്ല എന്നുള്ളത് മാത്രമാണ് കൃത്യമായിട്ട് നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. അത് മാത്രമാണ്. ശ്രീജ, അനുമോദ്, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇപ്പോൾ ഇദ്ദേഹത്തെ ഈ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുൻപ് തന്നെ 2 ക്ലിനിക്കുകളിൽ ചികിത്സ തേടിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം, കുമരംപുത്തൂർ അല്ലെങ്കിൽ അതുപോലെയുള്ള മേഖലകളിലൊക്കെ ആദ്യം പനി വരുമ്പോൾ ചിലപ്പോൾ തൊട്ടടുത്തുള്ള ക്ലിനിക്കിലായിരിക്കും പോകുന്നത്. അവിടെ ഇത്തരത്തിലൊരു ഈ നിപയുടെ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴും ഇങ്ങനെ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കുന്നുണ്ട്, അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോഴും ഒരു ചെറിയ ക്ലിനിക്കിൽ ചെന്നാലും ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന തരത്തിലൊരു ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട്. അത് എത്രത്തോളം ഈ മലപ്പുറം, പാലക്കാട് ജില്ലകളിലൊക്കെ നിലനിൽക്കുന്നുണ്ട്? ശ്രീജ, ഇത് ഈ മഴക്കാലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും പനി എന്നുള്ളത് ഏതൊരാൾക്കും വരാവുന്ന ഒരു അസുഖമാണ്. ഈ പനിക്ക് പുറമെ ഫിറ്റ്സ് പോലെയുള്ള പ്രകടമായ ലക്ഷണങ്ങൾ വരുമ്പോഴാണ് ഇത് മസ്തിഷ്കത്തെ മെനിഞ്ചൈറ്റിസിൻ്റെ അത്തരം മെനിഞ്ചൈറ്റിസ് ആണ് എന്ന തരത്തിലേക്ക് ഒരു ആശങ്ക വരുന്നത്. സാധാരണ പനിയോ ശ്വാസം മുട്ടലോ ഒക്കെ ആണെങ്കിൽ ഒരു നിശ്ചിത കാലയളവിന് ശേഷം അത് ഭേദമാവുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ ഒരു രോഗി വരുമ്പോൾ തന്നെ നിപയാണെന്ന് പരിശോധിക്കാനുള്ള സംവിധാനം നിലവിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് ഇതുവരേക്കും ആരോഗ്യവകുപ്പ് പിന്തുടരുന്ന ഒരു രീതി അല്ലെങ്കിൽ ശൈലി. അപ്പോൾ ഇയാൾക്ക്, ഈ മരിച്ച വ്യക്തിക്ക് എത്രത്തോളം ലക്ഷണങ്ങൾ പ്രകടമായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. അതാണ് ഇവിടെ ഈ രോഗലക്ഷണങ്ങൾ വൈകി തിരിച്ചറിയുന്നതിൻ്റെ ഒരു പ്രശ്നമായിട്ട് ആരോഗ്യവകുപ്പ് മുന്നിൽ വയ്ക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് മങ്കടയിലെ പെൺകുട്ടിയുടെ മരണമൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഇത് പറയുമ്പോൾ ആ കുട്ടിക്കൊക്കെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് നിപയുടെ ലക്ഷണങ്ങൾ പ്രകടമായി പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രോഗത്തിൻ്റെ സ്വഭാവം മാറുന്നുണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യവും ആരോഗ്യവകുപ്പിന് മുമ്പിലുണ്ട്. എന്നിരുന്നാൽ തന്നെയും കുറെ കൂടി ജാഗ്രത താഴെത്തട്ട് മുതൽ ഈ ഒരു വിഷയത്തിൽ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ 2 നിപ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു മേഖലയിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മേഖല ഇപ്പോൾ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് മരങ്ങൾ, വവ്വാലുകളുടെ സാന്നിധ്യം കൂടുതലുള്ള മേഖലകളിലൊക്കെയാണ്. ഇപ്പോൾ ഈ കുമരംപുത്തൂർ മേഖല എങ്ങനെയാണ് അനുമതി? ഇങ്ങനെ ഈ തരത്തിലുള്ളൊരു ജാഗ്രത നിലവിൽ അവിടെ ഉണ്ടായിരുന്നു? ഈ ഒരു സമയമാകുമ്പോൾ ഈ വവ്വാലുകളുടെ പ്രചരണ കാലത്തൊക്കെ പൊതുവെ കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ മേഖലകളിലൊക്കെ കാണുന്നൊരു ജാഗ്രത പാലക്കാട് ജില്ലയിലുണ്ട്. ഇപ്പോൾ ഈ 2ാമത്തെ കേസ് കൂടി വരുമ്പോൾ
തീർച്ചയായും ആ ഒരു മേഖല നമുക്കറിയാം. മണ്ണാർക്കാട് പ്രദേശം എന്ന് പറയുമ്പോൾ തന്നെ മലയോര മേഖലയോട് വനമേഖലയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭൂപ്രകൃതിയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങളും ഇത്തരത്തിൽ വവ്വാലുകൾക്ക് പ്രജനനത്തിൻ്റെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരുപാട് അവർക്ക് ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ ഭൂപ്രകൃതി ഉള്ള ഒരു മേഖലയാണ് മണ്ണാർക്കാട്. അങ്ങനെ വരുമ്പോൾ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് കുറെ കൂടി ശക്തമായ നിരീക്ഷണവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമായിട്ട് വരുമെന്നുള്ളത്. ഇപ്പോൾ കുമരപുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി റസീന വറോഡൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി റസീന, വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത്. അതോടൊപ്പം ആശങ്കയുമുണ്ട്. നിലവിൽ ഈ ഒരു 15 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസും കൂടെ വരുന്നത്. ആ ഭാഗത്ത് ഇപ്പം ഇങ്ങനൊരു വാർത്ത വരുമ്പോൾ നിങ്ങൾക്കൊരു ആശങ്കയുണ്ടാവും, ഭീതി ഉണ്ടാവും. എങ്ങനെയാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു സമയത്തുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ അസുഖബാധയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വിവരങ്ങൾ? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വിവരങ്ങളൊക്കെ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇന്നലെ രാത്രി ഹെൽത്ത് നിന്ന് വിളിച്ചപ്പോഴാണ് ഇതിന്റെ വിവരങ്ങൾ അറിയുന്നത്. ആ ഭാഗത്തൊക്കെ ഇപ്പോൾ ഒരു 15 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇപ്പം ചികിത്സയിലുള്ള അവരുടെ ഒരു ഭാഗമൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഒരു കേസ് വന്നതിന് ശേഷം ഈ നിങ്ങളുടെ ആ ഭാഗത്തേക്കൊക്കെ അത്തരത്തിലൊരു ജാഗ്രതയൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ലല്ല, ഇന്ന് 2 ദിവസമായിട്ടുള്ളൂ പനി ഉണ്ടായിട്ട് തന്നെ. ഈ ഇദ്ദേഹത്തിന് പനി ഉണ്ടായിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ? 2 ദിവസമായിട്ടുള്ളൂ. ആ 2 ദിവസത്തിലും ഒരു ഹോസ്പിറ്റലുകളിൽ പോവും, പിന്നെ ഡോക്ടറെ കാണും ചെയ്തിട്ടുണ്ട്. ഈ വേറെന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്ന ആളാണോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ അറിയാമോ? അറിയില്ല, അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. നിങ്ങളുടെ ഈ ഭാഗത്ത് ഈ വവ്വാലുകളുടെ സാന്നിധ്യമൊക്കെ ഉള്ള മേഖലയാണോ ഈ പഞ്ചായത്തിൽ? പഞ്ചായത്തില് 11ാം വാർഡിലുണ്ട് കുറച്ച്, പക്ഷെ ഇത് 10ാം വാർഡിലാണ് സംഭവം ഉണ്ടായിട്ട്. പിന്നെ ഇയാള് ഇടക്കെന്തോ അട്ടപ്പാടി എന്തോ പോയി വരാറുണ്ട് ഇത്രേ. അവിടെ എന്തോ ഒരു ജോലി ആവശ്യത്തിനെ ഇടക്ക് അവിടെ പോയി വരാറുണ്ട്. ഒരാഴ്ചയിൽ ഒരു തവണയൊക്കെ പോവലുണ്ട് ഇത്രേ. പൂർണ്ണമായിട്ട് വിവരങ്ങൾ അറിയില്ല അല്ലേ? അതില്ലല്ല. ശരി, വളരെ നന്ദി ശ്രീമതി റസീന പ്രതികരിച്ചതിന്. ഇന്നലെ രാത്രിയാണ് ഇങ്ങനെ ഒരു വിവരം പുറത്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അവർക്കുൾപ്പെടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇന്നലെ വൈകി ലഭിച്ച വിവരങ്ങൾ മാത്രമാണ് അറിയാവുന്നത്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ എടുക്കാൻ കഴിയും. എന്തായാലും പാലക്കാട് മണ്ണാർക്കാട് കുമരമ്പത്തൂർ സ്വദേശി കൂടി മരിച്ചു. അദ്ദേഹം ഇന്നലെയാണ് മരിച്ചത്. പ്രാഥമിക പരിശോധനയിൽ നിപ ബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇനി വളരെ വിശദമായ പരിശോധന പൂനെയിലെ വൈറോളജി ലാബിലാണ് നടത്തുക. ആ ഫലം കൂടി വരേണ്ടതുണ്ട്. പക്ഷേ ഇതിപ്പോൾ രണ്ടാമത്തെ നിപ മരണം. അനുമോദ്, ആ തരത്തിൽ നോക്കുമ്പോൾ സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ധൈര്യം എന്ന് പറയുന്നത്, നിപ്പയെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നതായിരുന്നു അതിനു മുൻപുണ്ടായിരുന്ന അനുഭവം വെച്ച്. പക്ഷേ ഇതിപ്പോൾ അറിയുന്നില്ല എന്നത് ഒരു വലിയ ആശങ്കയായി മാറുന്നില്ലേ? അതാണ് ശ്രീജ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇവിടെ 2 കേസുകളിൽ, അതായത് മരണമടഞ്ഞതിന് ശേഷമാണ് നിപ സ്ഥിരീകരിക്കുന്നത്. മങ്കടയിലെ 19-കാരിക്കാവട്ടെ, ഇപ്പോൾ മരിച്ച ഈ കുമരപുത്തൂർ സ്വദേശിക്കാവട്ടെ, 2 പേരുടെയും രോഗം സ്ഥിരീകരിച്ച് മരണശേഷമാണ്. അതാണ് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഇവിടെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. നേരത്തെ തിരിച്ചറിയാൻ ഈ അസുഖത്തെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഒരുപക്ഷെ നേരത്തെ തിരിച്ചറിഞ്ഞെങ്കിൽ നല്ല ചികിത്സ നൽകുവാനും ജീവൻ നിലനിർത്തുവാനും കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പം നമ്മൾ വളാഞ്ചേരിയിലെ 4 മാസം മുൻപ് നിപ ബാധിതയായ യുവതിയെ അവര് അപകടനില തരണം ചെയ്തെങ്കിലും പൂർണ്ണമായും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയില്ല. അവരിപ്പോഴും ചികിത്സയിലാണ്. കാരണം നിപ അത്രമാത്രം അപകടകരമായ ഒരു സാഹചര്യമാണ് തീർക്കുക. അത്രയും തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വളരെ വേഗത്തിലൊന്നും ജീവിതത്തിലേക്ക് തിരിച്ചെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ജീവൻ രക്ഷിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ ഇത് നേരത്തെ തിരിച്ചറിയുന്നുണ്ട്, കഴിയുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ നിപ ബാധിച്ചവരെ അപകടാവസ്ഥയിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നൊരു കാഴ്ച നമ്മൾ കണ്ടത്. ഓരോരുത്തരുടെയും സാഹചര്യത്തിന് വെച്ച് വ്യത്യാസമുണ്ടായിരിക്കും ആരോഗ്യസ്ഥിതി അനുസരിച്ച്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ ഇവിടെ ആശങ്കയുയർത്തുന്നത് മങ്കടയിലെ 19-കാരിക്കും അതുപോലെ ഇപ്പോൾ കുമരമ്പത്തൂരിലെ അദ്ദേഹത്തിന് സംഭവിച്ചത്, അവരുടെ അസുഖം അതിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടാണ് തിരിച്ചറിഞ്ഞത്. 2 പേരുടെയും മരണശേഷമാണ് എന്നുള്ളതാണ്.